പ്ലാസ്റ്റിക് ഒഴിവാക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ സന്ദേശം. എന്നാൽ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇന്ത്യൻ രൂപ പ്ലാസ്റ്റിക് രൂപയായി നമ്മുടെ കൈകളിലെത്തിയാൽ ഇനി എന്തു ചെയ്യും? എന്നാൽ കാത്തിരിക്കുക. ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ പ്ലാസ്റ്റിക് നോട്ട് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. പരമ്പരാഗത കടലാസിന് പകരം പോളിമർ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കറൻസി നോട്ടുകളാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ, അതായത് പോളിമർ നോട്ടുകൾ. ഈ കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് നിർദ്ദേശത്തിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അംഗീകാരവും ലഭിച്ചു കഴിഞ്ഞു. പരീക്ഷണാടിസ്ഥാനത്തിൽ 10-ന്റെയും 20-ന്റെയും 100 കോടി വീതം എണ്ണം പോളിമർ നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കുക. പരീക്ഷണം വിജയിച്ചാൽ പ്ലാസ്റ്റിക് നോട്ടുകൾ വ്യാപകമാകും. പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് പദ്ധതിയിടുന്നതായി കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കടലാസ് നോട്ടുകളെ അപേക്ഷിച്ച് പോളിമർ നോട്ടുകൾ കൂടുതൽ കാലം ഈട് നിൽക്കും എന്നതാണ് റിസർവ് ബാങ്ക് ഇതിന് ന്യായമായി പറഞ്ഞത്. കൂടാതെ ഉയർന്ന പണവിനിമയം നടക്കുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് അനുയോജ്യമാണ് ഇത്തരം നോട്ടുകളെന്നും RBI പറയുന്നു. സാധാരണ പേപ്പർ നോട്ടുകളെക്കാൾ 2 മുതൽ 4 മടങ്ങ് വരെ കൂടുതൽ ആയുസ് ഇവയ്ക്ക് ഉണ്ട്. വെള്ളം, എണ്ണ, അഴുക്ക് എന്നിവ ഇവയിൽ പറ്റിപ്പിടിക്കില്ല. കഴുകിയെടുത്താലും നോട്ടിന് കേടുപാട് വരില്ല. സുതാര്യമായ വിൻഡോകൾ, ഹൈടെക് ഹോളോഗ്രാമുകൾ എന്നിവ ഉൾപ്പെടുത്താൻ കഴിയുന്നതിനാൽ കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നത് വളരെ പ്രയാസമാണ്. ഉപയോഗശൂന്യമാകുന്ന പ്ലാസ്റ്റിക് നോട്ടുകൾ ഉരുക്കി മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും സാധിക്കും. നിലവിലുള്ള കടലാസ് കറൻസികൾക്കൊപ്പമാണ് പ്ലാസ്റ്റിക് നോട്ടുകളും വിനിമയം ചെയ്യപ്പെടുക. പ്ലാസ്റ്റിക് നോട്ടുകൾ എത്തുന്നതിനനുസരിച്ച് കടലാസ് നോട്ടുകൾ നിർത്തലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. കടലാസ് കറൻസികൾ പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലേക്ക് ഇപ്പോൾ മാറുകയും ഇല്ല. പോളിമർ നോട്ടുകൾ ഡിജിറ്റൽ പേയ്മെന്റുകളെ ബാധിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും നോട്ടുകൾ പ്രചാരത്തിലെത്തിയ ശേഷമേ ഇക്കാര്യം വിലയിരുത്താൻ കഴിയൂ എന്നും RBI പറയുന്നുണ്ട്. എന്നാൽ ചില പരിമിതികളും ഈ നോട്ടിനുണ്ട്. നിർമ്മാണ ചെലവ് പേപ്പർ നോട്ടുകളേക്കാൾ കൂടുതലാണ്. കൂടാതെ ഇവ മടക്കി വയ്ക്കാൻ അല്പം പ്രയാസമാണ്. ഉയർന്ന ചൂടിൽ ഇവയ്ക്ക് കേടുപാട് സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇന്ന് UK, കാനഡ, ന്യൂസിലാൻഡ് തുടങ്ങി 30-ലധികം രാജ്യങ്ങൾ പോളിമർ നോട്ടുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഉപയോഗിക്കുന്നുണ്ട്.